ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയാണ് കേട്ടോ. ഈ മഴക്കാലത്ത് തുണി നമ്മൾ ഇടുക എടുക്കുക അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. കുറച്ച് വെയിൽ കൊണ്ട് എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേഗം പോയിട്ട് തുണികൾ കൊണ്ട് പുറത്തിടും. അത് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചൊരു വെയിലുണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴേക്കും വീണ്ടും മഴ വരും. അങ്ങനെയാണ് ഇപ്പം. ഇതിപ്പോൾ വൈകുന്നേരമാണ്, ചെറുതായിട്ട് മഴ വരാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ തുണിയൊക്കെ എടുത്ത് പിന്നെ സ്റ്റാൻഡിൽ കൊണ്ടിടാമെന്ന് വിചാരിച്ച് എല്ലാം എടുത്തു, എല്ലാ തുണികളും എടുത്തു. ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് പുറത്ത്. നമ്മുടെ വീട്ടിലെ രണ്ടുപേരും പിന്നെ മുന്നിലുള്ള വീട്ടിലുള്ള കുട്ടികളെല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ തുണിയൊക്കെ ഇതാ സ്റ്റാൻഡിലിട്ടു. ഇനി ഇത് പുറത്തേക്ക് വയ്ക്കില്ല, എന്നെ അകത്ത് കൊണ്ട് വയ്ക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് അധികം വിരിച്ചിടാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഴക്കാലത്ത്. നേന്ത്രപ്പഴം മേടിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു, 3-4 ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ നിറം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ കഴിക്കില്ല. ഈ വൈകിട്ട് ഇവർക്ക് കളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പ്. അപ്പം പിന്നെ നേന്ത്രപ്പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കാറ്. അങ്ങനെ മേടിച്ച് വയ്ക്കുന്ന നേന്ത്രപ്പഴമാണ്. നിറം മാറിയ പിന്നെ കഴിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചതുകൊണ്ട് എന്തുണ്ടാക്കാം, പഴംപൊരി ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ പഴത്തിൻ്റെ നിറം മാറുമ്പോൾ പഴംപൊരിയാണ് ആക്കൽ. അപ്പോൾ ഇന്ന് വിചാരിച്ചു, ഇവർ നോമ്പ് കാലത്തൊക്കെ നമ്മുടെ അടുത്തൊക്കെ കുറേ മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ അവർ ഈ നോമ്പ് കാലത്തൊക്കെ പഴം നിറച്ചത് ഉണ്ടാക്കി എന്നൊക്കെ പറയണേ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കാം, എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. കുറച്ച് മൈദ കലക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് വെച്ചു. പിന്നെ ഈ പഴം ജസ്റ്റ് തൊലി പൊളിച്ചിട്ട് ഒരു കീറലുണ്ടാക്കിയിട്ട് അതിൽ ഫില്ലിങ്ങിനായിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് നാളികേരും കുറച്ച് കാഷ്യും കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ ഞാൻ. എന്നിട്ട് അത് ഇതിൽ നിറച്ച് വെച്ചു. എന്നിട്ട് ആ മൈദയുടെ മാവ് കൊണ്ട് ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. പക്ഷേ എൻ്റെ ആ മാവ് കുറച്ച് ലൂസായിപ്പോയി. അപ്പോൾ അത് ശരിക്ക് ക്ലോസായി കിട്ടി എന്നാലും അത് അങ്ങോട്ട് അടഞ്ഞ് ശരിക്കും ഇതായില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചായ ഉണ്ടാക്കി, ചായയും പഴം നിറച്ചതും കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടത് വെളിച്ചെണ്ണയിലിട്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് പൊരിച്ചെടുക്കുക. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ നല്ലോണം വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം കൂടി മുരിഞ്ഞ് കിട്ടും തോന്നുന്നുണ്ട്. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. ചായയുടെ കൂടെ കഴിക്കണമെന്നില്ല, അല്ലാതെ കഴിച്ചാലും മതി. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്